കർത്താവേ നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ നല്ലോർമ്മ. നിന്റെ മഹത്വമുദീക്കും നാൾ നിൽക്കണമവർ വലഭാഗത്തിൽ. ശ്രേഷ്ഠാചാര്യന്മാരെ, ആചാര്യന്മാരെ, പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ജീവപ്രദമായ ഈ ബലി സമൂഹത്തിന് മുഴുവനും വേണ്ടി അർപ്പിക്കുന്നതിന് ഞാൻ യോഗ്യനായി തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിത്യപുരോഹിത നിന്നിലായി ജന്മം അർപ്പിതമായൊര പുണ്യദിനം അൾത്താര തന്നിൽ ആനന്ദവായ്പോടെ കൈകൂപ്പി നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു. നിത്യപുരോഹിത നിന്നിലായി ജന്മം അർപ്പിതമായൊര പുണ്യദിനം അൾത്താര തന്നിൽ ആനന്ദവായ്പോടെ കൈകൂപ്പി നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു. ഞങ്ങളുടെ കർത്താവും ദൈവമേ, അദൃശ്യമായി നിന്റെ വലത്തു കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള ആത്മധൈര്യത്തിനുമായി വിലയേറിയ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന ആരാധകരുടെ ഈ സംഘത്തെ നീ ആശീർവദിക്കണമേ. പരമോന്നതമാ പദമതിലമരും പരനാം ദേവാ, കൃപ നിറയും നിൻ തിരുനയനത്താൽ സൂക്ഷിക്കേണമേ. ശോഭയെഴും നിൻ ശ്ലീപാത്തണലിൽ രക്ഷണമേകി താവക കൃപയി ആരാധകരിൽ വർഷിച്ചാലും നിർമ്മലയാകും കന്യാമറിയം നിൻ മാതാവും നിന്നവതാരം മുന്നറിയിച്ച നിബിയന്മാരും നീതി സൂര്യൻ തൻ മുന്നോടി ഭാസുരതാരം യോഹന്നാനും
ഞങ്ങൾക്കായി പ്രാർത്ഥിക്കട്ടെ. ശുചിയാക്കണമേ മലിനതയെല്ലാം തിരുസോപ്പായ ഓർക്കരുതേയൻ കർത്താവേ നീ ഞങ്ങളുടെ പീഴകൾ. ശോകം തിങ്ങും ലോകനിവാസം വിട്ടോർക്കല്ല ശോഭനമാകും ശാശ്വത ഏകുക മോദം. മലങ്കര ശ്രീയാനി കത്തോലിക്ക സഭയുടെ അഭിമാനമായി, നെടുങ്കാംകുഴി കുടുംബത്തിൻ്റെ അഭിമാനമായി, നമ്മളുടെ സഭയിൽ ദൈവേൽപ്പിച്ചു കൊടുക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഭയപ്പാട് കൂടാതെ ദൈവത്തോടൊപ്പം യാത്ര ചെയ്ത് ദൈവത്തിൽ ആശ്രയിച്ച് സുവർണ ജൂബലിയും സെന്റുറിയും ഒക്കെ ആഘോഷിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്നേഹിച്ചു തീരാത്ത നിന്നെ എൻ കൈകളിൽ സ്നേഹിതർക്കായി ഞാൻ ഉയർത്തിടുമ്പോൾ, സ്നേഹിച്ചു തീരാത്ത നിന്നെ എൻ കൈകളിൽ സ്നേഹിതർക്കായി ഞാൻ ഉയർത്തിടുമ്പോൾ, ഭക്ത്യാദരങ്ങളാൽ ദൂതഗണങ്ങളും പരിശുദ്ധനെന്നങ്ങേ വാഴ്ത്തിടുന്നു. ഈ സഭയുടെ പൊതുവായ ശുശ്രൂഷകളിലൊക്കെ വളരെ അടുത്ത് അച്ഛനെ മനസ്സിലാക്കുന്നതിന് ഞാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, അച്ഛന് കുടുംബത്തിൽ നിന്ന് ലഭിച്ച ഒരു വിശ്വാസത്തിൻ്റെ ഒരു ചൈതന്യമുണ്ട്. അത് വളരെ ബോധ്യത്തോടുകൂടി ജീവിക്കാനുള്ള അച്ഛൻ്റെ ഒരു സമർപ്പണം എല്ലാ മേഖലകളിലും പ്രകടമായിരുന്നു. എല്ലായ്പ്പോഴും അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നതിന് അച്ഛൻ സന്തോഷം എപ്പോഴും അത് പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. യൂബിലിയുടെ ഒരു സന്തോഷം ഒരു കുടുംബത്തിൻ്റെ, ഒരു സഭയുടെ എല്ലാം വലിയ ഒരു ആത്മസംതൃപ്തി പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരവസരമായി ഇത് മാറ്റിയതിൽ അച്ഛനോട് പ്രത്യേകം ഞാൻ നന്ദി പറയും. മൺകുടത്തിൽ തന്നീ ശ്രേഷ്ഠമാം ദാനത്തെ മനതാരിലെന്നും സൂക്ഷിച്ചിടാം. അവസാന ശ്വാസവും നിലച്ചിടും നേരവും അൾത്താരമാത്രമെന്നഭയസ്ഥാനം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് ഈ കഴിവുകളൊക്കെ രൂപപ്പെട്ടു വരാൻ ആ മാതാപിതാക്കൾ നൽകിയ പരിശീലനം, ഈ ആത്മീയമായ ഉൾക്കാഴ്ചകൾ നൽകി ആ ഒരു അടിത്തറയിൽ അദ്ദേഹത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ആ കുടുംബം വഹിച്ചിട്ടുള്ള പങ്ക്, ആ മാതാപിതാക്കൾ വഹിച്ചിട്ടുള്ള പങ്ക് തീർച്ചയായും നമുക്ക് അനുസ്മരിക്കാതിരിക്കുക സാധ്യമല്ല. ഈ കാലഘട്ടങ്ങളിൽ ഓരോ ദിവസവും ദൈവവചനം മനോഹരമായ രീതിയിൽ വായിച്ച് സ്ഫുടമായിട്ട് കൃത്യമായിട്ട് മനുഷ്യ മനസ്സുകളിൽ പതിപ്പിക്കുക. ഇതിൻ്റെ പേരാണ് ഇവഞ്ചലൈസേഷൻ. ഇതാണ് പൗരോഹിത്യത്തിൻ്റെ മർമ്മമെന്ന് പറയുന്നത്. അതച്ഛൻ നിർവഹിക്കുന്നത് വളരെ ശ്ലാഘനീയമാണ്. മാനവപ്രീതി തേടാതെ മനസ്സിനെ മുദ്രിതമാക്കണമേ, മാനവപ്രീതി തേടാതെ മനസ്സിനെ മുദ്രിതമാക്കണമേ, ദൈവിക രാജ്യം സ്ഥാപിക്കാൻ നിത്യം തീക്ഷ്ണത പകരണമേ,
നൽകി കാക്കണമേ. നിത്യപുരോഹിതനീശോയേ, നിന്റെ പുരോഹിതദാസരെ നീ